എന്താണ് ഡിസ്ഗ്രാഫിയ എന്ന് നമുക്ക് നോക്കാം. ഡിസ്ഗ്രാഫിയ എന്നാൽ റൈറ്റിംഗ് ഡിഫിക്കൽറ്റി. ഒരു വ്യക്തിക്ക് തൻ്റെ ഐഡിയാസും തോട്ട്സും റീഡബിൾ ഫോമുല സിമ്പിൾസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഈ ഒരു പ്രോസസ്സെയാണ് നമ്മൾ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഡിസ്ഗ്രാഫിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു എബിലിറ്റി ഉണ്ടാവാറില്ല. ഡിസ്ഗ്രാഫിക് ആയിട്ടുള്ള കുട്ടികൾ കൂടുതലും സ്ട്രഗിൾ ചെയ്യുന്നത് റൈറ്റിങ്ങിലായിരിക്കും. ഇവർക്ക് റിട്ടേൺ എക്സ്പ്രഷനിൽ നല്ല രീതിയിൽ പ്രയാസം അനുഭവപ്പെടുന്നു. ചില ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികൾ അഥവാ റീഡിംഗ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികളിലും നമ്മൾ ഈ ഡിസ്ഗ്രാഫിയ അല്ലെങ്കിൽ റൈറ്റിംഗ് ഡിഫിക്കൽറ്റി കണ്ടുവരാറുണ്ട്. ഡിസ്ഗ്രാഫിക് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതലും പുവർ ഹാൻഡ് റൈറ്റിങ്ങും അഥവാ ഇല്ലെജിബിൾ ആയിട്ടുള്ള റൈറ്റിങ്ങും ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് ഇങ്ങനത്തെ കുട്ടികൾ കൂടുതലും ലോവർ ആൻഡ് അപ്പർ കേസ് ലെറ്റേഴ്സ് മിക്സ് ചെയ്തായിരിക്കും എഴുതുക. അല്ലെങ്കിൽ അവർക്കൊരു ലൈനിൽ ഒരു പേപ്പറിൽ ഒരു ലൈനിൽ ഫോളോ ചെയ്ത് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ ഫോം ചെയ്യുമ്പോൾ അതിലെ വേർഡ്സ് ഒമിറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് പെൻസിൽ ഗ്രിപ്സ് ഇൻകറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവരൊരു സെൻറ്റൻസോ വേർഡോ എഴുതുമ്പോൾ ടു സ്മോൾ ആയിട്ടോ അല്ലെങ്കിൽ ടു ബിഗ് ആയിട്ടോ എഴുതുന്നത് കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇത്തരം കുട്ടികൾക്ക് സ്പെല്ലിംഗ് സ്കിൽസ് പുവർ ആയിരിക്കും. അതായത് അവർ ഫോണറ്റിക്കലി സ്പെല്ല് ചെയ്യും, പക്ഷേ അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് റിമെമ്പർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു സെയിം ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് സ്പെല്ല് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. ഉദാഹരണത്തിന് സ്കൂൾ എന്ന വേർഡിൻ്റെ സ്പെല്ലിങ് SCHOO എന്നായിരിക്കും. ഇത്തരം കുട്ടികൾ അതിനെ എഴുതുന്നത് SKOOL അല്ലെങ്കിൽ SKCHOOL അല്ലെങ്കിൽ SHOOCL എന്നിങ്ങനെ ആയിരിക്കും. അതേപോലെ തന്നെ അവർക്ക് ഒരു വർക്ക് പ്രിൻ്റ് പേജിലോട്ട് കോപ്പിയും ചെയ്യാനോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനോ പ്രയാസമായിരിക്കും. ഒരു ബോർഡിൽ എഴുതിയേക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഒരു ബുക്കിലെയോ അല്ലെങ്കിൽ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിലോ കാര്യങ്ങൾ അവർക്ക് കോപ്പി ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അതേപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വർക്ക്ഷീറ്റ്സ് കൊടുത്താലും അത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഓറൽ പ്രസൻറ്റേഷനിലൂടെ നോട്ട്സ് എഴുതിയെടുക്കാനും ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ലെക്ചർ പോയിൻറ്റ്സ് ഒക്കെ എഴുതുമ്പോൾ ഇവർ വളരെ സ്ലോ ആയിട്ട് പയ്യനെയായിരിക്കും എഴുതാറ്. അതേപോലെ തന്നെ ഈ ഡിസ്ഗ്രാഫിയ ഉള്ള കുട്ടികളിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് ഗ്രാമർ, സിൻടാക്സ് ആൻഡ് ഓർഗനൈസേഷൻ ഇതൊക്കെ പ്രയാസമുണ്ടാവുന്നത്.